ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ചെറിയ കേക്ക് വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു വെഡ്ഡിങ് കേക്ക് സെറ്റ് ചെയ്യാൻ പോയതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് സ്റ്റോറി ഇട്ട സമയത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എത്ര കിലോ ആണെന്നും അതുപോലെ ഏതാ സൈസ് എന്നുള്ളതും എല്ലാ കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആർക്കും ഞാൻ റീപ്ലൈ കൊടുത്തിട്ടില്ല, വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഡീറ്റെയിൽ എല്ലാം നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. അപ്പോൾ ഇതിൽ താഴത്തെ 3 കേക്ക് വന്നിട്ടുള്ളത് ഡെമ്മിയിലാണ് കേട്ടോ. ഏറ്റവും ടോപ്പിലുള്ളത് മാത്രമേ കേക്കുള്ളൂ. അപ്പോൾ ഡെമ്മിയിലാണ് ഈ കേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ താഴത്ത് 10 ഇഞ്ചിലും അതിൻ്റെ മുകളിലായിട്ട് 8 ഇഞ്ചിലും അതിൻ്റെ മുകളിലായിട്ട് 6 ഇഞ്ചും പിന്നെ കേക്ക് വന്നിട്ടുള്ളത് 4 ഇഞ്ചും സൈസിലാണ്. പിന്നെ ഇതിൻ്റെ സാധാരണ താഴത്തെ ടയർ വന്നിട്ടുള്ളത് 5 ഇഞ്ച് ഹൈറ്റിലും 5 ഇഞ്ചല്ല, 4 ഇഞ്ച് സൈസ് ഹൈറ്റാണ് താഴത്തെ 10 ഇഞ്ച് കേക്ക് ഡമ്മി വന്നിട്ടുള്ളത്. പിന്നെ മുകളിലുള്ള 2 കേക്കും 2 ഡമ്മിയും വന്നിട്ടുള്ളത് 6 ഇഞ്ച് ഹൈറ്റിലാണ്. 6 ഇഞ്ച് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 2 പീസ് ജോയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. അല്ലാതെ ടോളായിട്ടുള്ള ഡമ്മി അങ്ങനെ എപ്പോഴും വാങ്ങിക്കാൻ കിട്ടണമെന്നില്ല. ചില സമയത്ത് മാത്രമേ നമുക്ക് നല്ല ഹൈറ്റിലുള്ള ഡമ്മികൾ വാങ്ങിക്കാൻ കിട്ടാറുള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഐസിങ് ചെയ്യുകയാണ്. നമുക്ക് ആ ഒരു കേക്കിൻ്റെ പോലെ തന്നെ തോന്നാൻ വേണ്ടിയിട്ട് ഐസിങ് ചെയ്തിട്ട് അതേ സെയിം ഡെക്കറേഷൻ തന്നെ ഈ ഡമ്മിയിലാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് വെയ്റ്റ്ലെസ് ആണ് ഡമ്മി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐസിങ് ചെയ്യൽ കുറച്ച് റിസ്ക്കാണ്. കുറച്ച് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ട് വേണം നമുക്കിതിനെ ഐസിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേശ്ശെ ക്രീം അപ്ലൈ ചെയ്യുക. ഒന്നിച്ചിട്ട് മുകളിലിട്ടിട്ട് താഴോട്ട് ഇറക്കി കൊടുക്കലൊന്നും നമുക്ക് ഈ ഡമ്മിയിൽ കഴിയില്ല കേട്ടോ. കേക്കിലാകുമ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ ക്രീം മുകളിലിടും, എന്നിട്ട് അതിനെ താഴോട്ട് ഇങ്ങനെ ഇറക്കി കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് ഐസിങ് ചെയ്യുന്ന കാര്യത്തിൽ കുറച്ച് ശ്രദ്ധിക്കണം. അതുപോലെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് വേണം ഐസിങ് ചെയ്യാൻ. പിന്നെ ഇതിന് ഒരുപാട് നല്ല നീറ്റായിട്ട് നല്ല ഫിനിഷിങ് വരണമെന്നൊന്നുമില്ല. സ്പോഞ്ച് ഡിസൈൻ കൊടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് ഫിനിഷിങ് കുറഞ്ഞു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ആ ഡിസൈൻ തന്നെ ഒരു റഫായിട്ടുള്ള ഒരു ഡിസൈനാണല്ലോ, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഓരോ ടയറിലും ഇതുപോലെ കുറേശ്ശെ ക്രീം അപ്ലൈ ചെയ്തിട്ടൊന്ന് ഫിനിഷിങ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ കൂടുതൽ പ്രസ് ചെയ്തിട്ടൊന്നും ക്രീം അപ്ലൈ ചെയ്യാൻ കഴിയില്ല കേട്ടോ. കാരണം ഓരോ ഡമ്മികൾ തമ്മിൽ നമ്മൾ ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ കൂടുതൽ പ്രസ് ചെയ്യുന്ന സമയത്ത് ആ ഒട്ടിച്ചത് വേറിടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചിട്ട് വേണം ഐസിങ് ചെയ്യാൻ. അപ്പോൾ ഞാനിത് കൂടുതൽ കാര്യങ്ങൾ പറയണത് ഡമ്മി കേക്ക് ചെയ്യണതും അതുപോലെ ഡമ്മി ഐസിങ് ചെയ്യണത്, ഡമ്മി വെച്ചിട്ട് ഫുൾ കേക്ക് ചെയ്യണതും ഫുൾ വെഡ്ഡിങ് കേക്ക് ചെയ്യണത് കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതിൽ കൂടുതൽ പറഞ്ഞത് പോലെ തന്നെ ഈ ഒരു വീഡിയോയിലും കൂടി കൂടുതൽ പറയണത് കേട്ടോ. അപ്പോൾ ഒരുപാട് പേർക്ക് ഈ ഒരു ഡമ്മി കേക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവും. അപ്പോൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. അപ്പോൾ മുകളിലുള്ള കേക്കിൽ കൂടുതൽ ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ സ്ക്രാപ്പർ വെച്ചിട്ട് ഇതിനൊന്ന് ഫിനിഷിങ് ചെയ്തെടുക്കണേ. അപ്പോൾ നമ്മളിപ്പോൾ കേക്ക് ഐസിങ് ചെയ്യണ പോലെ തന്നെ ടോളായിട്ടുള്ള ഡമ്മി ആണെങ്കിലും നമ്മൾ ഐസിങ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും വലിയ സ്ക്രാപ്പറുകൾ യൂസ് ചെയ്യണം കേട്ടോ. ചെറിയ സ്ക്രാപ്പർ ആകുമ്പോൾ നമ്മൾ ആദ്യം മുകൾ ഭാഗം ഫിനിഷിങ് ചെയ്യും, പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം താഴെ ഭാഗം ഫിനിഷിങ് ചെയ്യും. അപ്പോൾ ചിലപ്പോൾ ഈ താഴെ ഭാഗം ഫിനിഷിങ് ചെയ്യണ സമയത്ത് മുകൾ ഭാഗം ഫിനിഷിങ് ചെയ്ത ഭാഗത്ത് തന്നെ ഇതിൻ്റെ എഡ്ജ് തട്ടിയിട്ട് ലൈൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കൂടുതൽ ടൈം നമ്മളതിങ്ങനെ ഫിനിഷിങ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ എപ്പോഴും വലിയ കേക്കുകളൊക്കെ ചെയ്യുന്ന സമയത്ത് വലിയ സ്ക്രാപ്പറുകൾ യൂസ് ചെയ്യുക. പിന്നെ ക്രീം ഇല്ലാത്ത ഭാഗത്ത് കുറച്ചുകൂടി ക്രീം ആക്കിയിട്ട് വീണ്ടും ഞാനിതിനെ ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ സൈഡ് ഏകദേശം എല്ലാം ഒന്ന് ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്. എന്നാലും കുറച്ചുകൂടി ഒന്ന് ഫിനിഷിങ് ചെയ്തതിൻ്റെ ശേഷം ടോപ്പും കൂടി ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ശേഷം താഴത്തെ കേക്ക് മുകളിൽ നിന്നും നമ്മളിങ്ങനെ താഴോട്ട് ഇങ്ങനെ ഓരോ ഡമ്മികളായിട്ട് ചെയ്തിട്ട് ഈ 3 ഡമ്മിനെയും കംപ്ലീറ്റ് ചെയ്തെടുക്കണേ. ഇപ്പോൾ നമ്മൾ ചില കല്യാണങ്ങൾക്കെല്ലാം ഇതുപോലെ തന്നെ ഡമ്മി യൂസ് ചെയ്തിട്ടാണ് കേക്കുകൾ ചെയ്യാറുള്ളത്. കാരണം വലിയ കേക്കായിട്ട് വലിയ കേക്ക് ആവും വേണം, എന്നാലോ ഈ കേക്ക് എല്ലാവർക്കും കൊടുക്കണം എന്നില്ല. ജസ്റ്റ് കട്ടിങ്ങിന് അതുപോലെ ഒരു ഫോട്ടോക്ക് വേണ്ടിയിട്ട് മാത്രമൊക്കെ കേക്ക് കട്ടിങ് ചെയ്യണവരുണ്ട്. അവർ കൂടുതലായിട്ടും ഇതുപോലെ ഡമ്മിയാണ് സെലക്ട് ചെയ്യാറുള്ളത്. ഡമ്മി കേക്ക് കിട്ടുക താഴെ ഭാഗത്ത് ഡമ്മിയായിട്ട് ഒന്ന് മാത്രം കേക്ക് മതി എന്ന് പറഞ്ഞവരുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കിതുപോലെ വിപ്പിംഗ് ക്രീമിൽ ചെയ്യാം, അതുപോലെ തന്നെ ഫോണ്ടൻ കവറിങ്ങിലും ചെയ്യാം കേട്ടോ. ഫോണ്ടൻ കവറിങ്ങിൽ ചെയ്യണത് മുന്നേ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഫോണ്ടൻ കവറിങ്ങിൽ ചെയ്യാം. ഫോണ്ടൻ കവറിങ് ആകുമ്പോൾ കൂടുതൽ ചാർജ് വരും. ക്രീം ആകുമ്പോൾ ഒന്ന് ക്യാഷ് കുറഞ്ഞിട്ടാണ് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ട്. അപ്പോൾ റേറ്റിൻ്റെ ഇഷ്യൂ ഇല്ലാത്തവരാണെങ്കിൽ ഫോണ്ടൻ്റ് ആണ്
ഒന്നുകൂടി നല്ലത് ക്രീം അപ്ലൈ ചെയ്യുന്നതിനേക്കാളും. അതാകുമ്പോൾ നമ്മൾ ഓരോ ഡമ്മികൾ കവറിങ് ചെയ്തിട്ട് പിന്നെ കവറിങ് ചെയ്തതിൻ്റെ ശേഷം അങ്ങോട്ട് ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിയും കേട്ടോ. പക്ഷേ ഇതാകുമ്പോൾ നമ്മൾ മണിക്കൂറുകളോളം നിന്നിട്ട് വേണം ഫിനിഷിങ് ചെയ്തെടുക്കാൻ. പിന്നെ ഇത് കൊടുക്കണ അന്ന് തന്നെ പിറ്റേ ദിവസം നമുക്ക് ഒരു 1 kg ടോൾ കേക്ക് കൂടിയുണ്ട്. അതിൻ്റെ സ്പോഞ്ച് ഉണ്ടാക്കിയിട്ടും വേണം, അതുപോലെ തന്നെ ഐസിങ് ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം അന്ന് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിറ്റേ ദിവസം രാവിലെ കുറച്ച് നേരത്തെ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വെച്ചിട്ടുള്ളത്. കാരണം ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു കേക്കിലായിട്ട് തന്നെ കുറച്ച് ഫോണ്ടൻ ഡെക്കറേഷനും കൂടി ഉണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് രാവിലെ ചെയ്യണം. എന്നിട്ടൊരു 11 മണിക്ക് പോകാനാണ് പ്ലാൻ ആക്കിയിട്ടുള്ളത് കേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. ഇപ്പോൾ ഇത് ഐസിങ് ചെയ്തിട്ട് മുകൾ ഭാഗം രണ്ടാമത്തെ കേക്കിൻ്റെ മുകൾ ഭാഗത്ത് ക്രീം അപ്ലൈ ചെയ്തപ്പോൾ മുകളിലുള്ള കേക്കിൻ്റെ സൈഡിലെല്ലാം ലൈൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ഇനി നീറ്റാവാൻ വീണ്ടും ഒന്ന് ഫിനിഷ് ആക്കി എടുക്കേണ്ട ആവശ്യം വരുന്നുണ്ട് കേട്ടോ. ഇനി താഴോട്ടാക്കിയിട്ട് ഞാൻ ഇതിനെല്ലാം ഒന്ന് കംപ്ലീറ്റ് ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇതാ പിറ്റേ ദിവസം രാവിലെ കുറച്ച് നേരത്തെ തന്നെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് 1 kg ടോൾ കേക്കിൽ വന്നിട്ടുള്ള ഡെക്കറേഷനാണ് കേട്ടോ. അപ്പോൾ അവർ കപ്പിളിൻ്റെ ഒരു ഫാമിലി പിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ആ പിക്കിന് ഏകദേശം മാച്ച് ആവുന്ന രീതിയിൽ ഫോണ്ടൻറ്റ് വർക്ക് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിന് ഏകദേശം മാച്ച് ആവുന്ന രീതിയിൽ ഫോണ്ടൻറ്റ് വർക്ക് ചെയ്തു. പിന്നെ അതുപോലെ ഈ ഒരു കുറച്ച് ഫ്ലവേഴ്സ് ഇതാ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് അത് വെഡ്ഡിങ് കേക്കിലുള്ളതാണ് കേട്ടോ. അപ്പോൾ അതും ഞാനിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡ്രൈ ആക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ വിൻഡോയിൽ തന്നെ വെച്ചിട്ട് ഡ്രൈ ആക്കിയാൽ മതി. നമ്മൾ പുറത്ത് കൊണ്ടുപോയി വെക്കണം എന്നൊന്നുമില്ല. അത്യാവശ്യം നല്ല വെയിലുണ്ടെങ്കിൽ അവിടെ തന്നെ വെച്ചാൽ മതി. പിന്നെ നെയിം കൂടി എഴുതുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു നെയിം എഴുതുന്ന സമയത്ത് കുറേ പേര് എപ്പോഴും ചോദിക്കാറുണ്ട് ഇതെങ്ങനെ ചെയ്തതെന്നുള്ളത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചില വ്ളോഗിലെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പോയിൻറ്റ് ബ്രഷ് വെച്ചിട്ടാണ് കേട്ടോ നെയിം എഴുതേണ്ടത്. അപ്പോൾ ഇതാ നെയിം എഴുതിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഡമ്മിയിലൊക്കെ ആയിട്ട് ഫ്ലവേഴ്സ് കൊടുക്കുകയാണ്. അപ്പോൾ ഫ്ലവേഴ്സ് എല്ലാം ഇവിടെ അതിന് മാച്ചായിട്ട് ആ കേക്കിന് മാച്ചായിട്ടുള്ള കുറച്ച് ഫ്ലവേഴ്സ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലെല്ലാം സ്റ്റിക്ക് കൊടുത്തിട്ട് ഓരോന്നും ഈ ഡമ്മിയിലേക്ക് ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. കേക്ക് പോലെയല്ല, ഇത് കുറച്ച് നല്ല സ്റ്റിക്ക് തന്നെ എടുക്കണം. എന്നിട്ട് ഡമ്മിയിൽ പ്രസ്സായിരിക്കണ രീതിയിൽ വേണം വെക്കാൻ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ലീഫിന് മാച്ചായിട്ടുള്ള ഫ്ലവറിന് മാച്ചായിട്ടുള്ള ലീഫും കൂടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഡമ്മിയിൽ വെച്ചിട്ടുണ്ട്, താഴെ ഭാഗത്തായിട്ട് കുറച്ച് കൂടുതൽ വെച്ചു. പിന്നെ ഓരോ ടയറിലായിട്ട് കുറച്ചേ വെച്ചിട്ടുള്ളൂ. ഇനി കേക്കിൻ്റെ ഏറ്റവും മുകളിലുള്ള കേക്കിന് വെച്ച് കൊടുക്കാനായിട്ടുള്ള ഫ്ലവറും കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് അവിടെ പോയിട്ട് ചെയ്യുള്ളൂ. പിന്നെ 1 kg ടോൾ കേക്ക് ഇതാ ഇവിടെ ഫൈനൽ കോട്ടിങ് ചെയ്തിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഞാൻ ബേക്കിങ്ങും ഐസിങ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സ്പീഡിലായതുകൊണ്ട് തന്നെ ക്ലീനിങ്ങും ഒക്കെ അങ്ങനെയൊക്കെ എടുക്കുകയാണ്. പിന്നെ ഇതാ അതിൻ്റെ സൈഡിലായിട്ട് ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ സെപ്പറേറ്റ് വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. പിന്നെ ടോപ്പിലായിട്ട് ഫോണ്ടൻ ഡെക്കറേഷൻ വെച്ചിട്ടുണ്ട്. പിന്നെ 2 years of love എന്നുള്ളതും താഴെ അവർ നെയിമും കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ അത് ഡെലിവറി ചെയ്തു. കുറച്ച് വീഡിയോസേ പിന്നെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഇനി ഞങ്ങൾ വെഡ്ഡിങ്ങിന് പോവുകയാണ്. പിന്നെ വെഡ്ഡിങ്ങിന് പോയി അവിടെ എത്തിയിട്ട് ഫുഡ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേക്ക് സെറ്റിങ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഡ്രസ്സിങ് റൂമിൽ വെച്ചിട്ടാണ് കേക്ക് സെറ്റ് ചെയ്യണത്. കട്ടിങ് വരുന്നത് പുറത്ത് വെച്ചിട്ടാണ്. അപ്പോൾ അത്യാവശ്യം നല്ല വെയിലുണ്ട് പുറത്ത്. ഇപ്പോൾ ഒരു ഏകദേശം 1 മണി 1:30 ആ ഒരു സമയമാണ്. അപ്പോൾ വെയിലൊന്നും മാറിയതിൻ്റെ ശേഷം ഇത് അവർ തന്നെ കൊണ്ടുപോയി വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്കിപ്പോൾ അതുവരെ അവിടെ വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ല, അതുകൊണ്ട് ഇങ്ങനെ വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ സെറ്റ് ചെയ്യണോട് തന്നെ അത്യാവശ്യം ഒരുപാട് പേരുണ്ട്. അതുപോലെ അവർ ഹാമ്പറിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്യണ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചെറിയ കുട്ടികളൊക്കെ അടുത്ത് വരുന്നത് ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ശ്രദ്ധ ഇല്ലയെന്നുണ്ടെങ്കിൽ അവർ കേക്ക് പണിയാക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേറ്റവും ടോപ്പിലുള്ള കേക്ക് ഒരു കുട്ടി വന്ന് തോണ്ടി അതിൻ്റെ സൈഡൊന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചില മക്കൾ നമ്മൾ ചെയ്യണത് നോക്കി നിൽക്കുള്ളൂ. ചില കുട്ടികൾ അങ്ങനെയല്ല, അവരൊന്ന് തൊട്ട് നോക്കാനൊക്കെ ശ്രമിക്കും. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് അവർക്ക് ഒന്ന് ശ്രദ്ധിക്കണേ. പിന്നെ അതാ കേക്കിലെല്ലാം സ്പോഞ്ച് ഡെക്കറേഷൻ കൊടുത്തിട്ടുണ്ട്. ഡമ്മിയിൽ കൊടുത്തത് നമുക്ക് അത്ര ഫിനിഷിങ് വന്നിട്ടില്ല കേട്ടോ. പിന്നെ അവിടെ എല്ലാം ഫോണ്ടൻ ഡെക്കറേഷൻ വെച്ചിട്ട് കവർ ചെയ്യും. പിന്നെ കേക്കിലുള്ളത് നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ താഴെ കൊടുത്ത പോലെ തന്നെ കുറച്ച് കൂടുതൽ ഫ്ലവേഴ്സും മുകളിലായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ എന്താ പറയുക, സ്റ്റിക്കും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ട് നെയിം കൊടുക്കുന്നുണ്ട്. നെയിം കൊടുക്കുന്നതിൻ്റെ മുന്നായിട്ട് ഒരു റിങ് കൊടുത്തിട്ടുണ്ട്. അതിനകത്താണ് നെയിമിൻ്റെ ലെറ്റേഴ്സ് വരുന്നത് കേട്ടോ. ഫസ്റ്റ് ലെറ്റേഴ്സ് 2 പേരുടെ ഫസ്റ്റ് ലെറ്റേഴ്സ് മാത്രമേ കൊടുക്കണുള്ളൂ. അപ്പോൾ എയും 6ഉം ആണ് വന്നിട്ടുള്ളത് കേട്ടോ.
അപ്പോൾ റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ലെറ്റേഴ്സ് കൂടി അതിനകത്ത് വെച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതെല്ലാം റീൽസ് വീഡിയോ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എടുത്തത് ഞാൻ മോനെ സാധാരണ ഇങ്ങനെ പോകുമ്പോൾ മോനെ എടുക്കാറുണ്ട്, അതുപോലെ ഞാനും എടുക്കാറുണ്ട്. അപ്പോൾ ഇതിപ്പോൾ പുതിയ ആളാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പോയിട്ടുള്ളത് ഹസ്ബൻഡ് ഇപ്പോൾ ഇങ്ങനെ പോകാനൊന്നും ഹസ്ബൻഡിന് അങ്ങനെ കിട്ടണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓട്ടോ ഡ്രൈവർ ഉണ്ട്, അവരെ കൂടെയാണ് ഞാൻ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അവൻ്റെ വൈഫും ഞങ്ങളെ കൂടെ ഉണ്ട് കേട്ടോ, ഹെൽപ്പിന് വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഓട്ടോയിലല്ല വന്നിട്ടുള്ളത്, എന്താണ് വണ്ടിയിൽ തന്നെ വീട്ടിലെ വണ്ടി എടുത്തിട്ട് ഓട്ടോയിലാകുമ്പോൾ നമുക്ക് ഇത്രയും വലിയ കേക്ക് കൊണ്ടുവരല് റിസ്ക് ആണല്ലോ. അപ്പോൾ വീട്ടിലെ വണ്ടിയിൽ തന്നെ കൊണ്ടുപോയി സെറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ വീഡിയോയിലൊക്കെ ഓട്ടോയിൽ ഡെലിവറി ചെയ്യണ കണ്ടിട്ട് കുറേ പേര് ഇപ്പോൾ ഓട്ടോയിൽ ഇങ്ങനെ ചെയ്യണുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെ വലിയ വലിയ കേക്കുകളൊന്നും നിങ്ങൾ അതിൽ ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇതാ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ അതങ്ങനെ നോക്കി നിൽക്കണം കേട്ടോ കുട്ടികളൊക്കെ. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കുട്ടികളെ എല്ലാവരും ഒരുപോലെ അല്ല, ചില മക്കൾ ശ്രദ്ധിക്കണം, നമ്മൾ ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവണം എന്നില്ല കേട്ടോ. അപ്പോൾ ഫോണ്ടൻ ഡെക്കറേഷൻസൊക്കെ ഓരോന്നായിട്ട് വെച്ച് കൊടുത്തു. അപ്പോൾ ടോപ്പിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അത്യാവശ്യം കൂടുതൽ വെച്ചുകൊണ്ട് തന്നെ ഊരെല്ലാം പണിയായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇരുന്ന് ചെയ്യാനുള്ള ആ ഒരു ഗ്യാപ്പ് അവിടെ ഇല്ല, ഇങ്ങനെ കുനിഞ്ഞ് നിന്നിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്ക് പെയിനൊക്കെ നല്ലോണം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലെറ്റേഴ്സ് വെച്ചിട്ടുണ്ട്, എയും ആറും അതിന് സെൻട്രലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേക്ക് ഇവിടെ ഏകദേശം റെഡിയാക്കി എടുത്തിട്ടുണ്ട്, ടോപ്പർ കൊടുത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ ഗോൾഡൻ ബോൾസ് ഇതിനിടക്കായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത്രയാണ് കേട്ടോ കേക്കിൻ്റെ ആ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. ഹാമ്പറും കാര്യങ്ങളെല്ലാം മറ്റുള്ളവർ വേറെ ആരോ ചെയ്തതാണ്. പിന്നെ ഇതിൻ്റെ ടോപ്പിലായിട്ട് ഒരു സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട്. അവർ കൊണ്ടുപോകുന്ന സമയത്ത് അവർക്ക് ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ്, അവർ പിടിക്കാനൊരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സ്റ്റിക്ക് കൂടി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ എല്ലാവരും അവിടുന്ന് മാറ്റിയതിൻ്റെ ശേഷം ഈ റൂമിൽ വെച്ചിട്ട് പോരുകയാണ് കേട്ടോ. ഇനി അത് അവർ കട്ട് ചെയ്യാൻ ടൈമിൽ എടുത്തു കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് സെറ്റ് ചെയ്ത് പോന്നു. പിന്നെ അതിൻ്റെ ശേഷം അവർ അയച്ചു തന്നിട്ടുള്ള വീഡിയോ ആണിത് കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ ആ ഒരു ലുക്ക് ഇങ്ങനെ വന്നിട്ടുള്ളത്. അൽഹംദുലില്ലാ മാഷാ അല്ലാഹ്, ആ ഒരു കേക്ക് നല്ല രീതിയിൽ തന്നെ അവർക്ക് അവിടെ കൊണ്ടുപോയി വെക്കാനും പറ്റി, അതുപോലെ സെറ്റ് ചെയ്തിട്ട് വരാനും ഞങ്ങൾക്ക് പറ്റിയിട്ടാ. അപ്പോൾ ഇതെല്ലാം അവർ വിട്ടെന്ന് ജസ്റ്റ് ഒന്ന് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യട്ടോ. പുതിയ പുതിയ കേക്കിൻ്റെ മോഡൽസും ഡെക്കറേഷൻസും എല്ലാം ഞാൻ അതിൽ സ്റ്റോറി ആയിട്ടും വീഡിയോ ആയിട്ടും ചെയ്യാറുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലും അതുപോലെ ഫോളോ ചെയ്താലും ഞങ്ങൾക്കും അത് കാണാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്